പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 12 വരെ അധ്യായങ്ങളിലും തയ്യാറാക്കിയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചോദ്യം 1. വചനം സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായത് ഏത്? എ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ബി. വചനം ദൈവത്തോടുകൂടെയായിരുന്നു. സി. വചനം ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയായിരുന്നു. ഡി. വചനം ദൈവമായിരുന്നു. ഉത്തരം സി. വചനം ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയായിരുന്നു. ചോദ്യം 2. ജെറുസലമിൽ നിന്ന് അയച്ച പുരോഹിതന്മാരും ലേവ്യരും സ്നാപക യോഹന്നാനോട് ആദ്യം ചോദിച്ച ചോദ്യം എന്തായിരുന്നു? എ. നീ ഏലിയായാണോ? ബി. നീ ആരാകുന്നു? സി. നീ പ്രവാചകനാണോ? ഡി. നീ ക്രിസ്തുവാണോ? ഉത്തരം ബി. നീ ആരാകുന്നു. ചോദ്യം 3. കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം എന്ന പ്രസ്താവന ഏത് പ്രവാചകന്റെ പ്രവചനത്തെ ഉദ്ധരിക്കുന്നു? എ. ഏലിയ. ബി. എസക്കിയേൽ. സി. യേശയ്യ. ഡി. ദാനിയേൽ. ഉത്തരം സി. യേശയ്യ. ചോദ്യം 4. സ്നാപക യോഹന്നാൻ യേശുവിനെ ആദ്യം കണ്ടപ്പോൾ ഏത് വിശേഷണമാണ് ഉപയോഗിച്ചത്? എ. ദാവീദിൻ്റെ പുത്രൻ. ബി. ദൈവത്തിൻ്റെ കുഞ്ഞാട്. സി. മനുഷ്യപുത്രൻ. ഡി. ഇസ്രായേലിൻ്റെ രാജാവ്. ഉത്തരം ബി. ദൈവത്തിൻ്റെ കുഞ്ഞാട്. ചോദ്യം 5. യേശുവിനെ അനുഗമിച്ച ആദ്യ 2 ശിഷ്യരിൽ ഒരാൾ അന്ത്രയോസ് ആയിരുന്നു. മറ്റേയാൾ ആരാണെന്നാണ് യോഹന്നാൻ സുവിശേഷം വ്യക്തമാക്കുന്നത്? എ. പത്രോസ്. ബി. ഫിലിപ്പോസ്. സി. യാക്കോബ്. ഡി. വ്യക്തമാക്കുന്നില്ല. ഉത്തരം ഡി. വ്യക്തമാക്കുന്നില്ല. ചോദ്യം 6. യേശു ശിമയോന് നൽകിയ പുതിയ പേര് ഏതായിരുന്നു? എ. ബൊവർണർഗസ്. ബി. കേപ്പ. സി. ബർത്തലോമിയ. ഡി. എമ്മാനുവേൽ. ഉത്തരം ബി. കേപ്പ. ചോദ്യം 7. മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ജോസഫിൻ്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു എന്ന് ആരാണ് പറഞ്ഞത്? എ. അന്ത്രയോസ്. ബി. പത്രോസ്. സി. ഫിലിപ്പോസ്. ഡി. നഥാനയേൽ. ഉത്തരം സി. ഫിലിപ്പോസ്. ചോദ്യം 8. നഥാനിയേൽ ആദ്യം യേശുവിനെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചത് ഏത് വാക്കുകളിലൂടെയാണ്? എ. അവൻ യഥാർത്ഥ ക്രിസ്തുവാണോ? ബി. നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? സി. അവൻ ദൈവപുത്രനാണോ? ഡി. അവൻ ഗലീലിയക്കാരനല്ലേ? ഉത്തരം ബി. നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? ചോദ്യം 9. യേശു നഥാനിയേലിനോട് കാണുമെന്ന് പറഞ്ഞ മഹത്തായ ദർശനം ഏതാണ്? എ. പുതിയ ജെറുസലേം. ബി. ദൈവസിംഹാസനം. സി. സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും. ഡി. യേശുവിൻ്റെ മഹത്വീകരണം. ഉത്തരം സി. സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും. ചോദ്യം 10. കാനായിലെ വിവാഹത്തിൽ യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നതായി പറയുന്ന വചനം? എ. യേശു മാത്രം ക്ഷണിക്കപ്പെട്ടിരുന്നു. ബി. യേശുവും അമ്മയും മാത്രം ക്ഷണിക്കപ്പെട്ടിരുന്നു. സി. യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. ഡി. ശിഷ്യന്മാർ മാത്രം ക്ഷണിക്കപ്പെട്ടിരുന്നു. ഉത്തരം
ഉത്തരം സി. യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. ചോദ്യം 11. വീഞ്ഞ് തീർന്നപ്പോൾ മറിയം യേശുവിനോട് പറഞ്ഞത് എന്തായിരുന്നു? എ. അവരെ സഹായിക്കുക. ബി. അവർക്ക് വീഞ്ഞില്ല. സി. വിരുന്നുകാർ അധികമായി. ഡി. വിവാഹം അവസാനിച്ചു. ഉത്തരം ബി. അവർക്ക് വീഞ്ഞില്ല. ചോദ്യം 12. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? എ. പത്രോസിനോട്. ബി. കലവറക്കാരനോട്. സി. മറിയത്തോട്. ഡി. ശുശ്രൂഷകന്മാരോട്. ഉത്തരം സി. മറിയത്തോട്. ചോദ്യം 13. കാനായിലെ കല്യാണ വിരുന്നിൽ ഉണ്ടായിരുന്ന കൽഭരണികളുടെ എണ്ണം എത്രയായിരുന്നു? എ. 4. ബി. 5. സി. 6. ഡി. 7. ഉത്തരം സി. 6. ചോദ്യം 14. കൽഭരണികൾ പ്രധാനമായും ഏത് ആവശ്യത്തിനായിരുന്നു ഉപയോഗിച്ചിരുന്നത്? എ. വീഞ്ഞ് സൂക്ഷിക്കാൻ. ബി. ധാന്യം സൂക്ഷിക്കാൻ. സി. യഹൂദന്മാരുടെ ശുദ്ധീകരണ ചടങ്ങുകൾക്കായി. ഡി. ദരിദ്രർക്കുള്ള ദാനപാത്രങ്ങളായി. ഉത്തരം സി. യഹൂദന്മാരുടെ ശുദ്ധീകരണ ചടങ്ങുകൾക്കായി. ചോദ്യം 15. ഓരോ ഭരണിയിലും ഏകദേശം എത്ര അളവ് വെള്ളം കൊള്ളുമായിരുന്നു? എ. 1 മുതൽ 2 അളവ് വരെ. ബി. 2 മുതൽ 3 അളവ് വരെ. സി. 3 മുതൽ 4 അളവ് വരെ. ഡി. 4 മുതൽ 5 അളവ് വരെ. ഉത്തരം ബി. 2 മുതൽ 3 അളവ് വരെ. ചോദ്യം 16. കലവറക്കാരൻ നല്ല വീഞ്ഞിൻ്റെ ഉറവിടം അറിയാതിരുന്നപ്പോൾ ആരൊക്കെയാണ് അത് അറിഞ്ഞിരുന്നത്? എ. ശിഷ്യന്മാർ മാത്രം. ബി. മറിയം മാത്രം. സി. വെള്ളം കോരിയ പരിചാരകന്മാർ. ഡി. വിവാഹ വീട്ടുകാർ. ഉത്തരം സി. വെള്ളം കോരിയ പരിചാരകന്മാർ. ചോദ്യം 17. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്ന് കലവറക്കാരൻ ആരോടാണ് പറഞ്ഞത്? എ. യേശുവിനോട്. ബി. മറിയത്തോട്. സി. മണവാളനോട്. ഡി. ശിഷ്യന്മാരോട്. ഉത്തരം സി. മണവാളനോട്. ചോദ്യം 18. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ ആദ്യ അടയാളം എവിടെയാണ് ചെയ്തത്? എ. കഫർനാമിൽ. ബി. ബഥാനിയായിൽ. സി. ജെറുസലമിൽ. ഡി. ഗലീലയിലെ കാനായിൽ. ഉത്തരം ഡി. ഗലീലയിലെ കാനായിൽ. ചോദ്യം 19. യേശു ഗലീലയിലെ കാനായിൽ ചെയ്ത ആദ്യ അടയാളത്തിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു? എ. ജനക്കൂട്ടം വർദ്ധിച്ചു. ബി. ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. സി. പുരോഹിതന്മാർ അവനെ അംഗീകരിച്ചു. ഡി. അവൻ രാജാവായി പ്രഖ്യാപിക്കപ്പെട്ടു. ഉത്തരം ബി. ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ചോദ്യം 20. കാനായിൽ നിന്ന് യേശു കഫർനാമിലേക്ക് പോയപ്പോൾ കൂടെയുണ്ടായിരുന്നത് ആരൊക്കെയായിരുന്നു? എ. ശിഷ്യന്മാർ മാത്രം. ബി. അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും. സി. പത്രോസും അന്ത്രയോസും മാത്രം. ഡി. മറിയം മാത്രം. ഉത്തരം ബി. അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും. ചോദ്യം 21. ദേവാലയത്തിൽ നിന്ന് യേശു പുറത്താക്കിയവരിൽ ഉൾപ്പെടാത്തവർ ആരാണ്? എ. കാള വ്യാപാരികൾ. ബി. ആടു വ്യാപാരികൾ. സി. പ്രാവ് വിൽപ്പനക്കാർ. ഡി. ശാസ്ത്രിമാർ. ഉത്തരം ഡി. ശാസ്ത്രിമാർ.
ചോദ്യം 22. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന വചനം ശിഷ്യന്മാർ ഓർത്തത് ഏത് സംഭവത്തിന് ശേഷമാണ്? എ. കാനായിലെ അത്ഭുതം. ബി. നിക്കോദേമാസുമായുള്ള സംഭാഷണം. സി. ദേവാലയ ശുദ്ധീകരണം. ഡി. രാജഭൃത്തിൻ്റെ മകൻ്റെ സൗഖ്യം. ഉത്തരം സി. ദേവാലയ ശുദ്ധീകരണം. ചോദ്യം 23. യഹൂദന്മാർ യേശുവിനോട് ഒരു അടയാളം ആവശ്യപ്പെട്ടപ്പോൾ അവൻ നൽകിയ മറുപടി എന്തായിരുന്നു? എ. ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് നിങ്ങൾ കാണും. ബി. ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. സി. ഞാൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കും. ഡി. ഞാൻ വെള്ളം വീഞ്ഞാക്കി മാറ്റി. ഉത്തരം ബി. ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. ചോദ്യം 24. മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷ്യം യേശുവിന് ആവശ്യമില്ലാതിരുന്നത് എന്തുകൊണ്ട്? എ. അവൻ എല്ലാവരെയും ഭയപ്പെട്ടിരുന്നു. ബി. അവൻ ആരെയും വിശ്വസിച്ചിരുന്നില്ല. സി. മനുഷ്യനിൽ ഉള്ളത് അവൻ അറിഞ്ഞിരുന്നു. ഡി. അവൻ പ്രവാചകന്മാരെ മാത്രം വിശ്വസിച്ചു. ഉത്തരം സി. മനുഷ്യനിൽ ഉള്ളത് അവൻ അറിഞ്ഞിരുന്നു. ചോദ്യം 25. രാത്രിയിൽ യേശുവിനെ കാണാൻ വന്ന യഹൂദ പ്രമാണി ആരായിരുന്നു? എ. പത്രോസ്. ബി. നിക്കോദേമോസ്. സി. സക്കായി. ഡി. തോമസ്. ഉത്തരം ബി. നിക്കോദേമോസ്. ചോദ്യം 26. നിക്കോദേമോസ് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു? എ. ചുങ്കക്കാരൻ. ബി. ഫരിസേയൻ. സി. മീൻപിടുത്തക്കാരൻ. ഡി. ശതാധിപൻ. ഉത്തരം ബി. ഫരിസേയൻ. ചോദ്യം 27. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് കാണാൻ കഴിയുകയില്ലാത്തത് എന്താണ്? എ. ദൈവത്തിൻ്റെ ശക്തി. ബി. ദൈവരാജ്യം. സി. സ്വർഗദൂതന്മാർ. ഡി. നിത്യജീവൻ. ഉത്തരം ബി. ദൈവരാജ്യം. ചോദ്യം 28. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഡാഷ് ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. പൂരിപ്പിക്കുക. എ. ജലത്താലും ആത്മാവിനാലും. ബി. അഗ്നിയാലും ആത്മാവിനാലും. സി. വിശ്വാസത്താലും സ്നേഹത്താലും. ഡി. നിയമത്താലും കൃപയാലും. ഉത്തരം എ. ജലത്താലും ആത്മാവിനാലും. ചോദ്യം 29. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്ത് വീശുന്നു എന്ന് യേശു ഉപമിച്ചത് എന്തിനെയാണ്? എ. വിശ്വാസം. ബി. ആത്മാവിനാൽ ജനിച്ചവൻ. സി. ദൂതന്മാർ. ഡി. പ്രവാചകൻ. ഉത്തരം ബി. ആത്മാവിനാൽ ജനിച്ചവൻ. ചോദ്യം 30. നിക്കോദേമോസ് ഏത് ജനതയുടെ ഗുരുവായിരുന്നു? എ. റോമാക്കാർ. ബി. ഇസ്രായേലിയർ. സി. സമരിയക്കാർ. ഡി. ഗ്രീക്കുകാർ. ഉത്തരം ബി. ഇസ്രായേലിയർ. ചോദ്യം 31. മരുഭൂമിയിൽ മോശ ഉയർത്തിയത് എന്താണ്? എ. ഉടമ്പടിപ്പെട്ടകം. ബി. വെങ്കല സർപ്പം. സി. കൽപ്പലക. ഡി. ദണ്ണ്. ഉത്തരം ബി. വെങ്കല സർപ്പം. ചോദ്യം 32. മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടത് എന്തിനാണ്? എ. എല്ലാവരും അവനെ കാണാൻ. ബി. വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കാൻ. സി. രാജാവാകാൻ. ഡി. അത്ഭുതം ചെയ്യാൻ. ഉത്തരം ബി. വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കാൻ. ചോദ്യം 33.
തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന പ്രസിദ്ധമായ വചനം ഏതാണ്? എ. യോഹന്നാൻ 3:10, ബി. യോഹന്നാൻ 3:16, സി. യോഹന്നാൻ 3:20, ഡി. യോഹന്നാൻ 3:36. ഉത്തരം ബി. യോഹന്നാൻ 3:16. ചോദ്യം 34. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിനാണ്? എ. ലോകത്തെ ശിക്ഷിക്കാൻ, ബി. ലോകത്തെ രക്ഷിക്കാൻ, സി. രാജ്യം സ്ഥാപിക്കാൻ, ഡി. ന്യായപ്രമാണം പഠിപ്പിക്കാൻ. ഉത്തരം ബി. ലോകത്തെ രക്ഷിക്കാൻ. ചോദ്യം 35. പ്രകാശത്തേക്കാൾ മനുഷ്യർ സ്നേഹിച്ചത് എന്തിനെയായിരുന്നു? എ. സത്യം, ബി. അന്ധകാരം, സി. ജ്ഞാനം, ഡി. സമാധാനം. ഉത്തരം ബി. അന്ധകാരം. ചോദ്യം 36. സ്നാപക യോഹന്നാൻ പറഞ്ഞത് അവൻ വളരണം, ഞാൻ ഡാഷ്. എ. പ്രസംഗിക്കണം, ബി. കുറയണം, സി. യാത്ര ചെയ്യണം, ഡി. കാത്തിരിക്കണം. ഉത്തരം ബി. കുറയണം. ചോദ്യം 37. യോഹന്നാൻ സ്നാനം നൽകിയിരുന്നത് എവിടെയായിരുന്നു? എ. ബഥന്യ, ബി. ഏനോൻ, സി. ജെറുസലേം, ഡി. കഫർനാം. ഉത്തരം ബി. ഏനോൻ. ചോദ്യം 38. യേശു യൂദയ വിട്ട് ഏത് പ്രദേശത്തേക്കാണ് പോയത്? എ. ഗലീലി, ബി. ജെറുസലേം, സി. ബത്ലഹം, ഡി. നസ്രത്ത്. ഉത്തരം എ. ഗലീലി. ചോദ്യം 39. സമരിയായിലൂടെ കടന്നുപോയ യേശു എത്തിച്ചേർന്ന പട്ടണം ഏതായിരുന്നു? എ. ജെറുസലം, ബി. സിക്കാർ, സി. കഫർനാം, ഡി. നസ്രത്ത്. ഉത്തരം ബി. സിക്കാർ. ചോദ്യം 40. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ഇരുന്നത് ഏത് കിണറിൻ കരയിലായിരുന്നു? എ. അബ്രഹാമിൻ്റെ കിണർ, ബി. യാക്കോബിൻ്റെ കിണർ, സി. ഇസഹാക്കിൻ്റെ കിണർ, ഡി. മോശയുടെ കിണർ. ഉത്തരം ബി. യാക്കോബിൻ്റെ കിണർ. ചോദ്യം 41. യേശു കിണറിൻ കരയിൽ എത്തിയ സമയം ഏതാണ്? എ. 3-ാം മണിക്കൂർ, ബി. 6-ാം മണിക്കൂർ, സി. 9-ാം മണിക്കൂർ, ഡി. 12-ാം മണിക്കൂർ. ഉത്തരം ബി. 6-ാം മണിക്കൂർ. ചോദ്യം 42. യേശു സമരിയക്കാരി സ്ത്രീയോട് ആദ്യം ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? എ. ഭക്ഷണം, ബി. വെള്ളം കുടിക്കാൻ, സി. വിശ്രമിക്കാൻ സ്ഥലം, ഡി. വഴി കാണിക്കാൻ. ഉത്തരം ബി. വെള്ളം കുടിക്കാൻ. ചോദ്യം 43. യേശു സമരിയക്കാരി സ്ത്രീയെ കണ്ടുമുട്ടിയ സമയത്ത് ശിഷ്യന്മാർ എവിടേക്കാണ് പോയിരുന്നത്? എ. ദേവാലയത്തിലേക്ക്, ബി. ഭക്ഷണം വാങ്ങാൻ പട്ടണത്തിലേക്ക്, സി. മത്സ്യബന്ധനത്തിന്, ഡി. ജെറുസലമിലേക്ക്. ഉത്തരം ബി. ഭക്ഷണം വാങ്ങാൻ പട്ടണത്തിലേക്ക്. ചോദ്യം 44. യേശു നൽകുന്ന വെള്ളം കുടിക്കുന്നവന് അത് എന്തായിത്തീരും എന്നാണ് പറഞ്ഞത്? എ. നിത്യജീവനിലേക്കുള്ള വാതിൽ, ബി. നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവി, സി. നിത്യജീവൻ നൽകുന്ന തടാകം, ഡി. സ്വർഗീയ അനുഭൂതി. ഉത്തരം ബി. നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവി. ചോദ്യം 45. സമരിയക്കാരി സ്ത്രീക്ക് എത്ര ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നുവെന്നാണ് യേശു പറഞ്ഞത്? എ. 3, ബി. 4, സി. 5, ഡി. 6. ഉത്തരം സി. 5.
ചോദ്യം 46. യഥാർത്ഥ ആരാധകർ ആരെയാണ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത്? എ. മോശയെ, ബി. പിതാവിനെ, സി. ദൂതന്മാരെ, ഡി. പ്രവാചകന്മാരെ. ഉത്തരം ബി. പിതാവിനെ. ചോദ്യം 47. യേശു പറഞ്ഞു, ദൈവം ഡാഷ് ആകുന്നു. പൂരിപ്പിക്കുക. എ. വെളിച്ചം, ബി. ആത്മാവ്, സി. സ്നേഹം, ഡി. നീതി. ഉത്തരം ബി. ആത്മാവ്. ചോദ്യം 48. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ എന്ന് സമരിയക്കാരി സ്ത്രീ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? എ. സ്നാപക യോഹന്നാൻ, ബി. യേശു ക്രിസ്തു, സി. പത്രോസ്, ഡി. ഏലിയ. ഉത്തരം ബി. യേശു ക്രിസ്തുവിനെ. ചോദ്യം 49. എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. വചനം ഏതാണ്? എ. യോഹന്നാൻ 4:34, ബി. യോഹന്നാൻ 4:35, സി. യോഹന്നാൻ 4:33, ഡി. യോഹന്നാൻ 4:39. ഉത്തരം എ. യോഹന്നാൻ 4:34. ചോദ്യം 50. സമരിയക്കാർ യേശുവിനെ എത്ര ദിവസം തങ്ങളുടെ കൂടെ താമസിപ്പിച്ചു? എ. 1 ദിവസം, ബി. 2 ദിവസം, സി. 3 ദിവസം, ഡി. 7 ദിവസം. ഉത്തരം ബി. 2 ദിവസം. ചോദ്യം 51. രാജസേവകന്റെ മകനെ യേശു എവിടെ വച്ചാണ് സൗഖ്യമാക്കിയത്? എ. കഫർനാമിൽ രാജസേവകന്റെ വീട്ടിൽ ചെന്ന്, ബി. കാനായിൽ വച്ച് നിന്റെ മകൻ ജീവിക്കും എന്ന വാക്കിനാൽ, സി. ജെറുസലമിൽ, ഡി. നസറത്തിൽ. ഉത്തരം ബി. കാനായിൽ വച്ച് നിന്റെ മകൻ ജീവിക്കും എന്ന വാക്കിനാൽ. ചോദ്യം 52. യേശു ഏതു പെരുന്നാളിനാണ് ജെറുസലമിലേക്ക് പോയത്? എ. പെസഹ തിരുനാൾ, ബി. കൂടാര തിരുനാൾ, സി. ഒരു യഹൂദ തിരുനാൾ, ഡി. പെന്തക്കോസ്ത് തിരുനാൾ. ഉത്തരം സി. ഒരു യഹൂദ തിരുനാൾ. ചോദ്യം 53. ജെറുസലമിലെ അജകവാടത്തിനടുത്തുള്ള കുളത്തിൻ്റെ പേര് എന്താണ്? എ. ശീലോവ, ബി. ബത്സൈദ, സി. ഗിഹോൻ, ഡി. യാക്കോബിൻ്റെ കിണർ. ഉത്തരം ബി. ബത്സൈദ. ചോദ്യം 54. ബത്സൈദ കുളത്തിന് എത്ര മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു? എ. 3, ബി. 4, സി. 5, ഡി. 6. ഉത്തരം 5. ചോദ്യം 55. ഡാഷ് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. പൂരിപ്പിക്കുക. എ. 18, ബി. 28, സി. 38, ഡി. 40. ഉത്തരം സി. 38. ചോദ്യം 56. ബത്സൈദ കുളത്തിന് അടുത്ത് കിടന്നിരുന്ന രോഗിയോട് യേശു ആദ്യം ചോദിച്ച ചോദ്യം ഏതാണ്? എ. നിന്റെ പേര് എന്താണ്? ബി. സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? സി. നീ എന്നിൽ വിശ്വസിക്കുന്നുവോ? ഡി. ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം ബി. സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ചോദ്യം 57. ബത്സൈദ കുളക്കരയിൽ കിടന്ന രോഗിയോട് എന്ത് ചെയ്യാൻ യേശു കൽപ്പിച്ചു? എ. വീട്ടിലേക്ക് പോവുക, ബി. എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക, സി. കുളത്തിൽ ഇറങ്ങുക, ഡി. പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. ഉത്തരം ബി. എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. ചോദ്യം 58. കുളക്കരയിൽ കിടന്ന രോഗിയെ യേശു സുഖപ്പെടുത്തിയത് ഏത് ദിവസമായിരുന്നു? എ. വെള്ളിയാഴ്ച, ബി. സാബത്ത് ദിനം, സി. തിരുനാൾ ദിനം, ഡി. പെസഹ ദിവസം.
ഉത്തരം ബി സാബത്ത് ദിനം. ചോദ്യം 59. ബത്സൈദായിൽ സൗഖ്യം ലഭിച്ച മനുഷ്യനെ യേശു പിന്നീട് എവിടെ വെച്ച് കണ്ടുമുട്ടി? എ കഫർനാമിൽ, ബി ദേവാലയത്തിൽ, സി ബഥാനിയായിൽ, ഡി സമരിയായിൽ. ഉത്തരം ബി ദൈവാലയത്തിൽ. ചോദ്യം 60. ബത്സൈദായിൽ സൗഖ്യം ലഭിച്ച മനുഷ്യനോട് യേശു എന്ത് മുന്നറിയിപ്പാണ് നൽകിയത്? എ ഉപവസിക്കണം, ബി മേലിൽ പാപം ചെയ്യരുത്, സി പട്ടണം വിടുക, ഡി ദാനം കൊടുക്കുക. ഉത്തരം ബി മേലിൽ പാപം ചെയ്യരുത്. ചോദ്യം 61. യഹൂദർ യേശുവിനെ ദ്വേഷിക്കാൻ കാരണം എന്തായിരുന്നു? എ അവൻ ദൈവരാജ്യം പ്രസംഗിച്ചതുകൊണ്ട്, ബി സാപത്തിൽ രോഗശാന്തി നൽകിയതിനാൽ, സി അവൻ ഗലീലനായിരുന്നതിനാൽ, ഡി ദൈവപുത്രനായിരുന്നതിനാൽ. ഉത്തരം ബി സാപത്തിൽ രോഗശാന്തി നൽകിയതിനാൽ. ചോദ്യം 62. എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? എ പത്രോസ്, ബി സ്നാപക യോഹന്നാൻ, സി യേശുക്രിസ്തു, ഡി നിക്കോദേമോസ്. ഉത്തരം സി യേശുക്രിസ്തു. ചോദ്യം 63. യേശു ദൈവത്തെ എന്തെന്ന് വിളിച്ചതിനാലാണ് യേശുവിനെ വധിക്കാൻ യഹൂദന്മാർ കൂടുതലായി പരിശ്രമിച്ചത്? എ രാജാവ്, ബി തൻ്റെ സ്വന്തം പിതാവ്, സി അബ്രഹാമിൻ്റെ ദൈവം, ഡി സൈന്യങ്ങളുടെ കർത്താവ്. ഉത്തരം ബി തൻ്റെ സ്വന്തം പിതാവ്. ചോദ്യം 64. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. ഈ തിരുവചനം ഏത് ഭാഗമാണ്? എ യോഹന്നാൻ 5:25, ബി യോഹന്നാൻ 6:22, സി യോഹന്നാൻ 5:26, ഡി യോഹന്നാൻ 6:24. ഉത്തരം എ യോഹന്നാൻ 5:25. ചോദ്യം 65. യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞവരിൽ ഒരാൾ ആരായിരുന്നു? എ സ്നാപക യോഹന്നാൻ, ബി ഗമാലിയേൽ, സി നിക്കോദേമോസ്, ഡി അരിമത്യായിലെ ജോസഫ്. ഉത്തരം എ സ്നാപക യോഹന്നാൻ. ചോദ്യം 66. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു എന്ന് യേശു പറഞ്ഞു, എന്തുകൊണ്ട്? എ മോശ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ബി മോശ എൻ്റെ ശിഷ്യനായിരുന്നു, സി മോശ എന്നെ കണ്ടിരുന്നു, ഡി മോശ എനിക്കൊപ്പം ജീവിച്ചു. ഉത്തരം എ മോശ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ചോദ്യം 67. യേശു അപ്പവും മീനും വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് ഫിലിപ്പോസിനോട് ചോദിച്ചത് എന്തായിരുന്നു? എ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ, ബി ഇവർക്ക് ഭക്ഷിക്കുവാൻ അപ്പം എവിടെ നിന്ന് വാങ്ങും, സി നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്, ഡി ഇവർ എവിടെ നിന്നാണ് വന്നത്. ഉത്തരം ബി ഇവർക്ക് ഭക്ഷിക്കുവാൻ അപ്പം എവിടെ നിന്ന് വാങ്ങും. ചോദ്യം 68. ഒരു കുട്ടിയുടെ പക്കൽ എത്ര അപ്പവും മീനും ഉണ്ടായിരുന്നു? എ 5 അപ്പവും 2 മീനും, ബി 2 അപ്പവും 5 മീനും, സി 7 അപ്പവും 2 മീനും, ഡി 5 അപ്പവും 3 മീനും. ഉത്തരം എ 5 അപ്പവും 2 മീനും. ചോദ്യം 69. ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം ശേഖരിച്ച കഷ്ണങ്ങൾ എത്ര കുട്ട ഉണ്ടായിരുന്നു? എ 5, ബി 7, സി 12, ഡി 13. ഉത്തരം സി 12. ചോദ്യം 70. യേശു കടലിനു മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ എന്തു ചെയ്തു? എ സന്തോഷിച്ചു, ബി ഭയപ്പെട്ടു, സി വള്ളത്തിൽ നിന്ന് ഇറങ്ങി, ഡി യേശുവിനെ പിന്തുടർന്നു.
ഉത്തരം ബി ഭയപ്പെട്ടു. ചോദ്യം 71. ഞാനാണ് ജീവന്റെ അപ്പം എന്ന് യേശു പറഞ്ഞതിൻ്റെ പ്രധാന സന്ദേശം എന്താണ്? എ. ഭൗതിക അപ്പത്തിൻ്റെ പ്രാധാന്യം. ബി. മോശയുടെ നിയമത്തിൻ്റെ പ്രാധാന്യം. സി. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. ഡി. ഇസ്രായേലിന്റെ രാജ്യത്വം പുനഃസ്ഥാപിക്കപ്പെടുന്നു. ഉത്തരം സി. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. ചോദ്യം 72. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യേശു ആരെ പരാമർശിച്ചു? എ. അബ്രഹാം. ബി. ദാവീദ്. സി. മോശെ. ഡി. ഏലിയാവ്. ഉത്തരം സി. മോശെ. ചോദ്യം 73. യേശുവിൻ്റെ വാക്കുകൾ കേട്ട് ശിഷ്യന്മാരിൽ പലരും എന്തു ചെയ്തു? എ. അവനെ രാജാവാക്കാൻ ശ്രമിച്ചു. ബി. അവനെ വിട്ടുപോയി. സി. ജെറുസലമിലേക്ക് പോയി. ഡി. ഉപവസിച്ചു. ഉത്തരം ബി. അവനെ വിട്ടുപോയി. ചോദ്യം 74. ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? എ. ഫിലിപ്പോസ്. ബി. അന്ത്രയോസ്. സി. പത്രോസ്. ഡി. തോമസ്. ഉത്തരം സി. പത്രോസ്. ചോദ്യം 75. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. ആരെക്കുറിച്ചാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? എ. പത്രോസ്. ബി. അന്ത്രയോസ്. സി. യൂദാസ്കറിയോത്ത. ഡി. ഫിലിപ്പോസ്. ഉത്തരം സി. യൂദാസ്കറിയോത്ത. ചോദ്യം 76. യേശു യൂദയായിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടാതിരുന്നതിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? എ. അവിടെ ജനങ്ങൾ അവനെ സ്വീകരിച്ചില്ല. ബി. യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ. സി. അവന് അവിടെ ശിഷ്യന്മാർ ഇല്ലാതിരുന്നതിനാൽ. ഡി. തിരുനാൾ കഴിഞ്ഞിരുന്നതിനാൽ. ഉത്തരം ബി. യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ. ചോദ്യം 77. ഏത് പെരുന്നാളിന് ജെറുസലമിലേക്ക് പോകണമെന്നാണ് സഹോദരന്മാർ യേശുവിനോട് പറഞ്ഞത്? എ. പെസഹ തിരുനാൾ. ബി. കൂടാരത്തിരുനാൾ. സി. പെന്തക്കോസ്ത് തിരുനാൾ. ഡി. ഒരു യഹൂദ തിരുനാൾ. ഉത്തരം ബി. കൂടാരത്തിരുനാൾ. ചോദ്യം 78. യേശുവിൻ്റെ സഹോദരന്മാർ പറഞ്ഞതനുസരിച്ച് ഒരാൾ പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? എ. ജനങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കണം. ബി. ഗലീലിയിൽ തന്നെ തുടരണം. സി. ലോകത്തിന് തന്നെ വെളിപ്പെടുത്തണം. ഡി. ശിഷ്യന്മാരെ വിട്ടുപോകണം. ഉത്തരം സി. ലോകത്തിന് തന്നെ വെളിപ്പെടുത്തണം. ചോദ്യം 79. യേശുവിൻ്റെ സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചിരുന്നോ? എ. എല്ലാവരും വിശ്വസിച്ചിരുന്നു. ബി. ചിലർ മാത്രം വിശ്വസിച്ചിരുന്നു. സി. അവർ വിശ്വസിച്ചിരുന്നില്ല. ഡി. പിന്നീട് മാത്രം വിശ്വസിച്ചു. ഉത്തരം സി. അവർ വിശ്വസിച്ചിരുന്നില്ല. ചോദ്യം 80. യേശു കൂടാരപ്പെരുന്നാളിന് പരസ്യമായി പോകാതെ എങ്ങനെ പോയി? എ. രാത്രിയിൽ രഹസ്യമായി. ബി. ശിഷ്യന്മാരോടൊപ്പം. സി. രഹസ്യമായി. ഡി. ഒറ്റയ്ക്ക് കപ്പലിൽ. ഉത്തരം സി. രഹസ്യമായി. ചോദ്യം 81. തിരുനാൾ പകുതിയായപ്പോൾ യേശു ദൈവാലയത്തിൽ കയറി എന്തു ചെയ്തു? എ. പ്രാർത്ഥിച്ചു. ബി. രോഗികളെ സുഖപ്പെടുത്തി. സി. പഠിപ്പിച്ചു. ഡി. നാണയം വിതരണം ചെയ്തു. ഉത്തരം സി. പഠിപ്പിച്ചു. ചോദ്യം 82. യേശുവിൻ്റെ ഉപദേശം കേട്ട് യഹൂദന്മാർ അതിശയിച്ച് ചോദിച്ചത് എന്താണ്? എ. ഇവൻ എവിടെ നിന്നാണ് വന്നത്? ബി. ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി? സി.
ഇവൻ ആരുടെ മകനാണ്? ഡി. ഇവന് ഇത്ര അധികാരം എങ്ങനെ ലഭിച്ചു? ഉത്തരം ബി. ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി? ചോദ്യം 83. യേശുവിൻ്റെ പ്രബോധനം തൻ്റേതല്ല, ആരുടേതാണെന്നാണ് യേശു പറഞ്ഞത്? എ. മോശയുടേത്, ബി. അബ്രഹാമിൻ്റേത്, സി. തന്നെ അയച്ചവൻ്റേത്, ഡി. ശിഷ്യന്മാരുടേത്. ഉത്തരം സി. തന്നെ അയച്ചവൻ്റേത്. ചോദ്യം 84. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ യേശുവിൻ്റെ പ്രബോധനം എവിടെ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കുമെന്നാണ് യേശു പറയുന്നത്? എ. മനുഷ്യരിൽ നിന്നുള്ളത്, ബി. ദൈവത്തിൽ നിന്നുള്ളത്, സി. മോശയിൽ നിന്നുള്ളത്, ഡി. പ്രവാചകന്മാരിൽ നിന്നുള്ളത്. ഉത്തരം ബി. ദൈവത്തിൽ നിന്നുള്ളത്. ചോദ്യം 85. യേശു ആരെക്കുറിച്ചാണ് നീതിയായി വിധിക്കുവിൻ എന്ന് പറഞ്ഞത്? എ. പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കുന്നതിനെക്കുറിച്ച്, ബി. സാപത്തിൽ ചെയ്ത സുഖപ്പെടുത്തലിനെക്കുറിച്ച്, സി. മോശയുടെ നിയമത്തെക്കുറിച്ച്, ഡി. ജെറുസലമിലെ ജനങ്ങളെക്കുറിച്ച്. ഉത്തരം എ. പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കുന്നതിനെക്കുറിച്ച്. ചോദ്യം 86. ജനങ്ങളിൽ ചിലർ യേശുവിനെക്കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു? എ. ഇവൻ നല്ല മനുഷ്യനാണ്, ബി. ഇവൻ പ്രവാചകനാണ്, സി. ഇവൻ ക്രിസ്തുവാണ്, ഡി. ഇവൻ മോശയാണ്. ഉത്തരം എ. ഇവൻ നല്ല മനുഷ്യനാണ്. ചോദ്യം 87. യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഈ വചനഭാഗം ഏതാണ്? എ. യോഹന്നാൻ 7:37, ബി. യോഹന്നാൻ 7:39, സി. യോഹന്നാൻ 7:36, ഡി. യോഹന്നാൻ 7:41. ഉത്തരം എ. യോഹന്നാൻ 7:37. ചോദ്യം 88. യേശുവിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന അരുവികൾ എന്തിനെ സൂചിപ്പിക്കുന്നു? എ. ജ്ഞാനം, ബി. ജീവജലം, സി. സമ്പത്ത്, ഡി. അനുഗ്രഹം. ഉത്തരം ബി. ജീവജലം. ചോദ്യം 89. യോഹന്നാൻ 7:39 ജീവജലം എന്തിനെ സൂചിപ്പിക്കുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത്? എ. യേശുവിൻ്റെ വചനം, ബി. പരിശുദ്ധാത്മാവ്, സി. ദൈവത്തിൻ്റെ ശക്തി, ഡി. വിശ്വാസം. ഉത്തരം ബി. പരിശുദ്ധാത്മാവ്. ചോദ്യം 90. യേശുവിനെ പിടിക്കാൻ അയക്കപ്പെട്ട സേവകന്മാർ തിരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞത് എന്തായിരുന്നു? എ. അവൻ ഞങ്ങളെ ഭയപ്പെടുത്തി, ബി. അവൻ മലയിലേക്ക് പോയി, സി. അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല, ഡി. അവൻ ജനങ്ങളെ വിട്ടുപോയി. ഉത്തരം സി. അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ചോദ്യം 91. യേശു രാവിലെ ദൈവാലയത്തിൽ വന്നപ്പോൾ ജനങ്ങൾ അവൻ്റെ അടുക്കൽ വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? എ. രോഗശാന്തിക്കായി, ബി. അവൻ്റെ അടുക്കൽ ഇരുന്ന് പഠിപ്പിക്കുന്നത് കേൾക്കാൻ, സി. അവനെ രാജാവാക്കാൻ, ഡി. അവനെ പരീക്ഷിക്കാൻ. ഉത്തരം ബി. അവൻ്റെ അടുക്കലിരുന്ന് പഠിപ്പിക്കുന്നത് കേൾക്കാൻ. ചോദ്യം 92. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നവർ അവളെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? എ. അവളെ ശിക്ഷിക്കണമെന്ന്, ബി. അവളെ പുറത്താക്കണമെന്ന്, സി. മോശയുടെ ന്യായപ്രമാണ പ്രകാരം കല്ലെറിയണമെന്ന്, ഡി. അവളെ തടവിലാക്കണമെന്ന്. ഉത്തരം സി. മോശയുടെ ന്യായപ്രമാണപ്രകാരം കല്ലെറിയണമെന്ന്. ചോദ്യം 93. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്തായിരുന്നു? എ. അവൾക്ക് കരുണ ലഭിക്കാനായി, ബി. യേശുവിനെ പരീക്ഷിക്കാനായി,
സി അവളുടെ കുറ്റം തെളിയിക്കാനായി. ഡി ജനങ്ങളെ പഠിപ്പിക്കാനായി. ഉത്തരം ബി യേശുവിനെ പരീക്ഷിക്കാനായി. ചോദ്യം 94. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു. യേശു എന്താണ് പറഞ്ഞത്? എ നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കുവിൻ. ബി നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. സി അവളെ വിട്ടയക്കുവിൻ. ഡി മോശയുടെ ന്യായപ്രമാണം അനുസരിക്കുവിൻ. ഉത്തരം ബി നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളുടെ മേൽ കല്ലെറിയട്ടെ. ചോദ്യം 95. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന യേശുവിൻ്റെ വാക്കുകൾ കേട്ട ശേഷം കുറ്റം ചുമത്തിയവർ എന്തു ചെയ്തു? എ യേശുവുമായി വാദിച്ചു. ബി അവളെ കല്ലെറിഞ്ഞു. സി മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഡി അവളെ യേശുവിൻ്റെ അടുക്കൽ വിട്ടു. ഉത്തരം സി മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ചോദ്യം 96. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ തന്നെ അനുഗമിക്കുന്നവന് എന്ത് ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത്? എ സമാധാനം. ബി സന്തോഷം. സി ജീവന്റെ പ്രകാശം. ഡി നിത്യസമ്പത്ത്. ഉത്തരം സി ജീവന്റെ പ്രകാശം. ചോദ്യം 97. യേശു തൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഫരിസേയർ എന്താണ് പറഞ്ഞത്? എ നിന്റെ സാക്ഷ്യം സത്യമല്ല. ബി നീ സത്യമായും പ്രവാചകനാണ്. സി നിന്റെ പിതാവ് എവിടെയാണ്? ഡി നീ ഞങ്ങളെ പഠിപ്പിക്കരുത്. ഉത്തരം എ നിന്റെ സാക്ഷ്യം സത്യമല്ല. ചോദ്യം 98. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ് എന്ന് യേശു പറഞ്ഞതിൻ്റെ തുടർച്ച എന്താണ്? എ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും. ബി നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സി നിങ്ങൾ രോഗശാന്തി പ്രാപിക്കും. ഡി നിങ്ങൾ പിതാവായ ദൈവത്തെ കാണും. ഉത്തരം ബി നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ചോദ്യം 99. ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണ്, ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു അവരോട് എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്? എ രാഷ്ട്രീയ സ്വാതന്ത്ര്യം. ബി സാമ്പത്തിക സ്വാതന്ത്ര്യം. സി പാപത്തിൻ്റെ അടിമത്തം. ഡി റോമൻ ഭരണത്തെക്കുറിച്ച്. ഉത്തരം സി പാപത്തിൻ്റെ അടിമത്തം. ചോദ്യം 100. പാപം ചെയ്യുന്ന ഏവനും പാപത്തിൻ്റെ ഡാഷ് ആകുന്നു. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. എ സുഹൃത്ത്. ബി അടിമ. സി ശത്രു. ഡി പുത്രൻ. ഉത്തരം ബി അടിമ. ചോദ്യം 101. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട് എന്ന് യേശു പറഞ്ഞത് ഏതു വാക്യത്തിലാണ്? എ യോഹന്നാൻ 8:48. ബി യോഹന്നാൻ 8:52. സി യോഹന്നാൻ 8:58. ഡി യോഹന്നാൻ 8:59. ഉത്തരം സി യോഹന്നാൻ 8:58. ചോദ്യം 102. അബ്രാഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന് ശേഷം യഹൂദന്മാർ എന്തു ചെയ്യാൻ ശ്രമിച്ചു? എ അവനെ പിടിക്കാൻ. ബി അവനെ രാജാവാക്കാൻ. സി അവനെ കല്ലെറിയാൻ. ഡി അവനോട് ക്ഷമ ചോദിക്കാൻ. ഉത്തരം സി അവനെ കല്ലെറിയാൻ. ചോദ്യം 103. യേശു കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരാളെ കണ്ടപ്പോൾ ശിഷ്യന്മാർ എന്താണ് ചോദിച്ചത്? എ അവൻ എന്തുകൊണ്ട് ദരിദ്രനായി. ബി ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്. സി അവന് വിശ്വാസമുണ്ടോ. ഡി അവൻ എവിടെ നിന്നാണ് വന്നത്. ഉത്തരം ബി ഇവൻ അന്ധനായി ജനിച്ചത്
ആരുടെ പാപം നിമിത്തമാണ്? ചോദ്യം 104. അന്ധനായി ജനിച്ചത് ആരുടെയും പാപം കൊണ്ടല്ലെന്ന് യേശു പറഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു? എ. ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിൽ പ്രകടമാകേണ്ടതിന്. ബി. ശിഷ്യന്മാരെ പരീക്ഷിക്കാൻ. സി. അവനെ ശിക്ഷിക്കാൻ. ഡി. അവനെ ദൈവാലയത്തിലേക്ക് അയക്കാൻ. ഉത്തരം എ. ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിൽ പ്രകടമാകേണ്ടതിന്. ചോദ്യം 105. യേശു അന്ധൻ്റെ കണ്ണുകളിൽ പുരട്ടിയത് എന്താണ്? എ. എണ്ണ. ബി. വെള്ളം. സി. ചെളി. ഡി. ഔഷധം. ഉത്തരം സി. ചെളി. ചോദ്യം 106. കണ്ണുകളിൽ ചെളി പുരട്ടിയതിനു ശേഷം അന്ധനായ മനുഷ്യനോട് യേശു എവിടെ പോയി കഴുകാൻ പറഞ്ഞു? എ. കിദ്രോൻ കുളത്തിൽ. ബി. ശിലോഹ കുളത്തിൽ. സി. ബത്സൈദ കുളത്തിൽ. ഡി. ഗലീലിക്കടലിൽ. ഉത്തരം ബി. ശിലോഹ കുളത്തിൽ. ചോദ്യം 107. ഫരിസേയരിൽ ചിലർ യേശുവിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? എ. അവൻ പ്രവാചകനാണ്. ബി. അവൻ രാജാവാണ്. സി. അവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. ഡി. അവൻ പുരോഹിതനാണ്. ഉത്തരം സി. അവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. ചോദ്യം 108. സിലോഹ കുളത്തിൽ പോയി കഴുകി കാഴ്ച ലഭിച്ച മനുഷ്യൻ യേശുവിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? എ. അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ബി. അവൻ ഒരു പ്രവാചകനാണ്. സി. അവൻ രാജാവാണ്. ഡി. അവൻ പുരോഹിതനാണ്. ഉത്തരം ബി. അവനൊരു പ്രവാചകനാണ്. ചോദ്യം 109. അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു. എന്താണ് ചോദിച്ചത്? എ. നിന്നെ പുറത്താക്കിയോ? ബി. നീ എന്നെ വിശ്വസിക്കുന്നുവോ? സി. മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? ഡി. നീ എവിടെ പോയിരുന്നു? ഉത്തരം സി. മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? ചോദ്യം 110. ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ ആരാണ്? എ. ഇടയൻ. ബി. കള്ളനും കവർച്ചക്കാരനും. സി. അടിമ. ഡി. ശിഷ്യൻ. ഉത്തരം ബി. കള്ളനും കവർച്ചക്കാരനും. ചോദ്യം 111. ആടുകളുടെ ഇടയൻ എങ്ങനെയാണ് തൊഴുത്തിൽ പ്രവേശിക്കുന്നത്? എ. മതിൽ കയറി. ബി. ജനലിലൂടെ. സി. വാതിലിലൂടെ. ഡി. രഹസ്യ വഴിയിലൂടെ. ഉത്തരം സി. വാതിലിലൂടെ. ചോദ്യം 112. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ ഡാഷ്. വിട്ട ഭാഗം പൂരിപ്പിക്കുക. എ. ഇടയൻ. ബി. വാതിൽ. സി. രക്ഷകൻ. ഡി. ഉടമ. ഉത്തരം ബി. വാതിൽ. ചോദ്യം 113. വാതിലായ യേശുവിലൂടെ പ്രവേശിക്കുന്നവന് എന്താണ് ലഭിക്കുന്നത്? എ. സമ്പത്തും ബഹുമാനവും. ബി. അധികാരവും സ്ഥാനവും. സി. രക്ഷയും മേച്ചിൽ സ്ഥലവും. ഡി. ദീർഘായുസ്സും ആരോഗ്യവും. ഉത്തരം സി. രക്ഷയും മേച്ചിൽ സ്ഥലവും. ചോദ്യം 114. കള്ളൻ വരുന്നത് എന്തിനാണ് എന്ന് യേശു പറയുന്നത്? എ. പഠിപ്പിക്കുവാൻ. ബി. മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കാനും. സി. ആടുകളെ സംരക്ഷിക്കുവാൻ. ഡി. വഴി കാണിക്കുവാൻ. ഉത്തരം ബി. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും. ചോദ്യം 115. യേശു വന്നിരിക്കുന്നത് എന്തിനാണെന്നാണ് യോഹന്നാൻ 10:10 പറയുന്നത്? എ. നിയമം മാറ്റാൻ. ബി. ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും. സി. ലോകത്തെ വിധിക്കാൻ. ഡി. പുതിയ രാജ്യം സ്ഥാപിക്കാൻ. ഉത്തരം ബി. ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും. ചോദ്യം 116. യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു?
എ ഭക്ഷണം കൊടുക്കുന്നു, ബി തൻ്റെ ജീവൻ അർപ്പിക്കുന്നു, സി അവരെ മറ്റൊരാൾക്ക് ഏൽപ്പിക്കുന്നു, ഡി അവരെ വിട്ടുപോകുന്നു. ഉത്തരം ബി തൻ്റെ ജീവൻ അർപ്പിക്കുന്നു. ചോദ്യം 117. യേശു തൻ്റെ ആടുകളെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? എ അവ എന്നെ കാണുന്നു, ബി അവ എൻ്റെ ശബ്ദം അറിയുന്നു, സി ഞാൻ എൻ്റെ ആടുകളെ അറിയുന്നു, അവ എന്നെയും അറിയുന്നു, ഡി അവ എനിക്ക് സമ്പത്ത് നൽകുന്നു. ഉത്തരം സി ഞാൻ എൻ്റെ ആടുകളെ അറിയുന്നു, അവ എന്നെയും അറിയുന്നു. ചോദ്യം 118. യേശുവിൻ്റെ സ്വരം ശ്രവിച്ച് അവനെ അനുഗമിക്കുന്ന ആടുകൾക്ക് എന്താണ് നൽകുന്നത്? എ ഭൂമിയിലെ സമ്പത്ത്, ബി നിത്യജീവൻ, സി രാജകീയ സ്ഥാനം, ഡി ലോകത്തിലെ അധികാരം. ഉത്തരം ബി നിത്യജീവൻ. ചോദ്യം 119. ഞാനും പിതാവും ഡാഷ് പൂരിപ്പിക്കുക. എ ആത്മാവാണ്, ബി ഒരേ ഹൃദയമാണ്, സി ഒന്നാണ്, ഡി ഒരേ ശക്തിയാണ്. ഉത്തരം സി ഒന്നാണ്. ചോദ്യം 120. ലാസർ രോഗിയായിരുന്നപ്പോൾ അവൻ്റെ സഹോദരിമാരായ മർത്തയും മറിയവും ആളയച്ച് യേശുവിനോട് എന്താണ് അറിയിച്ചത്? എ ഞങ്ങളുടെ സഹോദരൻ മരിച്ചിരിക്കുന്നു, ബി കർത്താവെ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു, സി ഞങ്ങളുടെ സഹോദരനെ സഹായിക്കണമേ, ഡി ലാസർ നിന്നെ അന്വേഷിക്കുന്നു. ഉത്തരം ബി കർത്താവെ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. ചോദ്യം 121. ലാസറിൻ്റെ രോഗത്തെക്കുറിച്ച് കേട്ടപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? എ ഈ രോഗം മരണത്തിലേക്കുള്ളതാണ്, ബി ഈ രോഗം സൗഖ്യമാകുകയില്ല, സി ഈ രോഗം മരണത്തിനല്ല ദൈവത്തിൻ്റെ മഹത്വത്തിനും പുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടി, ഡി ലാസർ മരണത്തിന് വിധേയനായിരിക്കുന്നു. ഉത്തരം സി ഈ രോഗം മരണത്തിനല്ല ദൈവത്തിൻ്റെ മഹത്വത്തിനും പുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടി. ചോദ്യം 122. യേശു ലാസറിനെ സ്നേഹിച്ചിരുന്നിട്ടും അവൻ രോഗിയാണെന്നറിഞ്ഞപ്പോൾ എത്ര ദിവസം അവൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ താമസിച്ചു? എ 1 ദിവസം, ബി 2 ദിവസം, സി 3 ദിവസം, ഡി 4 ദിവസം. ഉത്തരം ബി 2 ദിവസം. ചോദ്യം 123. അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന് പറഞ്ഞ ശിഷ്യൻ ആരാണ്? എ പത്രോസ്, ബി യാക്കോബ്, സി തോമസ്, ഡി ഫിലിപ്പോസ്. ഉത്തരം സി തോമസ്. ചോദ്യം 124. യേശു ബഥന്യായിൽ എത്തിയപ്പോൾ ലാസർ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടിട്ട് എത്ര ദിവസമായിരുന്നു? എ 2 ദിവസം, ബി 3 ദിവസം, സി 4 ദിവസം, ഡി 7 ദിവസം. ഉത്തരം സി 4 ദിവസം. ചോദ്യം 125. ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന് യേശു പറഞ്ഞതിന് ശേഷം മർത്തയോട് ചോദിച്ച ചോദ്യം ഏത്? എ നീ എന്നെ സ്നേഹിക്കുന്നുവോ, ബി നീ എന്നിൽ വിശ്വസിക്കുന്നുവോ, സി ഇത് നീ വിശ്വസിക്കുന്നുവോ, ഡി നീ ലാസറിനെ വിശ്വസിക്കുന്നുവോ. ഉത്തരം സി ഇത് നീ വിശ്വസിക്കുന്നുവോ. ചോദ്യം 126. ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ എത്തിയപ്പോൾ യേശു എന്ത് ചെയ്തു? എ പ്രാർത്ഥിച്ച ശേഷം കല്ലറയിൽ പ്രവേശിച്ചു, ബി കണ്ണുനീർ പൊഴിച്ചു, സി ശിഷ്യന്മാരെ അയച്ചു, ഡി മാർത്തയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഉത്തരം ബി കണ്ണുനീർ പൊഴിച്ചു. ചോദ്യം 127. യേശു ലാസറിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിക്കാൻ ഉപയോഗിച്ച വാക്കുകൾ ഏതാണ്? എ ലാസറെ എഴുന്നേൽക്കുക, ബി ലാസറെ പുറത്തു വരിക, സി ലാസറെ എൻ്റെ അടുക്കൽ വരിക, ഡി ലാസറെ ജീവൻ പ്രാപിക്കുക. ഉത്തരം ബി ലാസറെ പുറത്തു വരിക. ചോദ്യം 128. ലാസറിനെ ഉയർപ്പിച്ച സംഭവത്തിന് ശേഷം
മഹാപുരോഹിതന്മാരും പരീശന്മാരും കൂടി ആലോചിച്ച് യേശുവിനെ കൊല്ലണമെന്ന് തീരുമാനിച്ചതിന് പ്രധാന കാരണമായി അവർ പറഞ്ഞത് എന്തായിരുന്നു? എ. യേശു സാബത്ത് ലംഘിച്ചതുകൊണ്ട്. ബി. ജനം യേശുവിനെ ക്രിസ്തുവായി കാണുന്നതുകൊണ്ട്. സി. എല്ലാവരും അവനിൽ വിശ്വസിച്ചാൽ റോമാക്കാർ വന്ന് വിശുദ്ധ സ്ഥലവും ജനതയെയും നശിപ്പിക്കും എന്ന ഭയം കൊണ്ട്. ഡി. യേശു രാജാവാകാൻ ശ്രമിച്ചതുകൊണ്ട്. ഉത്തരം സി. എല്ലാവരും അവനിൽ വിശ്വസിച്ചാൽ റോമാക്കാർ വന്ന് വിശുദ്ധ സ്ഥലവും ജനതയെയും നശിപ്പിക്കും എന്ന ഭയം കൊണ്ട്. ചോദ്യം 129. ലാസറിനെ യേശു ഉയർപ്പിച്ചതിന് ശേഷം ബഥാനിയായിൽ യേശുവിനായി ഒരുക്കിയ അത്താഴ വിരുന്നിൽ മാർത്ത എന്താണ് ചെയ്തത്? എ. യേശുവിൻ്റെ പാദങ്ങൾ കഴുകി. ബി. പരിചരിച്ചു. സി. യേശുവിനായി പ്രാർത്ഥിച്ചു. ഡി. ശിഷ്യന്മാർക്ക് ഭക്ഷണം ഒരുക്കി. ഉത്തരം ബി. പരിചരിച്ചു. ചോദ്യം 130. മറിയം യേശുവിൻ്റെ പാദങ്ങളിൽ ഒഴിച്ചത് എന്തായിരുന്നു? എ. വിലയേറിയ എണ്ണ. ബി. സുഗന്ധതൈലം. സി. നാർദീൻ സുഗന്ധതൈലം. ഡി. മുന്തിരിച്ചാർ. ഉത്തരം സി. നാർദീൻ സുഗന്ധതൈലം. ചോദ്യം 131. മറിയം വിലയേറിയ സുഗന്ധതൈലം യേശുവിൻ്റെ പാദങ്ങളിൽ പൂശിയതിനെതിരെ ചോദ്യമുന്നയിച്ചത് ആരായിരുന്നു? എ. പത്രോസ്. ബി. തോമസ്. സി. യൂദാസ് കറിയോത്ത. ഡി. ഫിലിപ്പോസ്. ഉത്തരം സി. യൂദാസ് കറിയോത്ത. ചോദ്യം 132. യേശു ജെറുസലമിലേക്ക് പ്രവേശിക്കുമ്പോൾ ജനങ്ങൾ കൈകളിൽ എടുത്തത് എന്തായിരുന്നു? എ. ഒലിവ് കൊമ്പുകൾ. ബി. ഈന്തപ്പനയുടെ കൈകൾ. സി. മുന്തിരിവള്ളിയുടെ കൊമ്പുകൾ. ഡി. പുഷ്പങ്ങൾ. ഉത്തരം ബി. ഈന്തപ്പനയുടെ കൈകൾ. ചോദ്യം 133. ജനങ്ങൾ യേശുവിനെ എതിരേറ്റുകൊണ്ട് വിളിച്ചു പറഞ്ഞത് എന്തായിരുന്നു? എ. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. ബി. ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിന്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സി. ഹോസാന, ദാവീദിന്റെ പുത്രൻ വാഴ്ത്തപ്പെട്ടവൻ. ഡി. ഹോശാന, രാജാവ് വാഴട്ടെ. ഉത്തരം ബി. ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിന്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ചോദ്യം 134. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും എന്ന് യേശു പറഞ്ഞത് എന്തിനെ സൂചിപ്പിച്ചാണ്? എ. സ്വർഗാരോഹണം. ബി. രൂപാന്തരീകരണം. സി. ഏത് വിധത്തിലുള്ള മരണമാണ് വരിക്കുന്നത്? ഡി. പുനരുത്ഥാനം. ഉത്തരം സി. ഏത് വിധത്തിലുള്ള മരണമാണ് വരിക്കുന്നത്? അവസാനത്തെ ചോദ്യം. യേശുവിനെ നിരസിക്കുകയും അവൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് എന്ത് സംഭവിക്കും? എ. അവന് ഉടൻ ശിക്ഷ ലഭിക്കും. ബി. അവനെ ശിഷ്യന്മാർ പുറത്താക്കും. സി. യേശു അരുളി ചെയ്ത വചനം തന്നെ അന്ത്യനാളിൽ അവനെ വിധിക്കും. ഡി. അവന് വീണ്ടും അവസരം ലഭിക്കില്ല. ഉത്തരം സി. യേശു അരുളി ചെയ്ത വചനം തന്നെ അന്ത്യനാളിൽ അവനെ വിധിക്കും. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 12 വരെ അധ്യായങ്ങളിൽ നിന്നും തയ്യാറാക്കിയിട്ടുള്ള ചോദ്യോത്തരങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഈ ചാനലിനെ പിന്തുണയ്ക്കുക. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി.